ഹലോ ഗായ്സ്, ഗുഡ് ഡാഗ്. നമുക്കിന്ന് കാവാലത്തുള്ള രാജപുരം കായൽ ഷാപ്പിൽ നിന്ന് ഒരു കിഡ്കാച്ചി ലഞ്ചായാലോ. അപ്പോൾ ആ വിശേഷങ്ങളിലേക്ക് പോകേണ്ട വഴികളും നമുക്ക് കാണാം. ഇപ്പം രാജപുരം കായൽ ഷാപ്പിലോട്ട് വന്നേക്കുവാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ കണ്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. നമ്മളിത് വരുന്നത് നേരെ കാവാലം വന്നിട്ട് ലിസ്യൂ ചർച്ച് ചോദിച്ചാൽ മതി. ലിസ്യൂ ചർച്ച് കാവാലം അവിടെ വന്നിട്ട് അവിടുന്ന് അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബോട്ട് കയറ്റിയുണ്ട്. അവിടെ നമുക്ക് ബോട്ട് കയറിയിട്ടാണ് നമ്മൾ ഷാപ്പിലോട്ട് വന്നത്. അപ്പോൾ ഷാപ്പിലെ വിശേഷം നമുക്ക് അവിടെ നിന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ ചർച്ചിൻ്റെ അവിടെയുള്ള ബോട്ട് കയറ്റിയിൽ വെയിറ്റ് ചെയ്തപ്പം അക്കരയിൽ നിന്ന് ഒരു ചേട്ടൻ നമ്മൾ ബോട്ടിൽ കയറ്റി കൊണ്ടുപോയി. നേരെ നമ്മുടെ ജെട്ടിയുടെ അക്കരെയാണ് ഷാപ്പ് വരുന്നത്. അപ്പം തികച്ചും സർവീസ് ഫ്രീ ആയിരുന്നു. ഷാപ്പിൻ്റെ തന്നെ ബോട്ട് സർവീസാണത്. അവിടെ ചെന്നപ്പോൾ നമുക്കൊരു ഹൗസ് ബോട്ട് കാണാനിടയും ആ ഹൗസ് ബോട്ടിലിരുന്ന് നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, ഇല്ലെങ്കിൽ ഷാപ്പിൻ്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. ഞങ്ങൾ ഹൗസ് ബോട്ടിലിരുന്ന് കഴിക്കാനാണ് ചൂസ് ചെയ്തത്. കാരണം നമുക്ക് കായലിൻ്റെ വ്യൂ ആസ്വദിച്ചുകൊണ്ടിരുന്ന് കഴിക്കുവാൻ സാധിക്കും. നമുക്ക് കായലിൻ്റെ തീരത്തൂടെ നടന്ന് വേണമെങ്കിലും എത്താം, പക്ഷേ കുറച്ച് ദൂരം നടക്കണമെന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ പൊറോട്ടയിലായിരുന്നു ഞങ്ങളുടെ തുടക്കം. പൊറോട്ടയും താറാവ് കറിയും പറഞ്ഞു. അത് കഴിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ ചേട്ടൻ അടുത്ത വിധമായ കൂന്തൽ റോസ്റ്റ്, കപ്പ, മധുരക്കിഴങ്ങ് അതെല്ലാം കൊണ്ടുവരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വാളയുടെ തലക്കറി പറഞ്ഞു, അത് കൊണ്ടുവന്നു ചേട്ടൻ. പള്ളത്തിയുടെ ഫ്രൈ പറഞ്ഞു, അത് കൊണ്ടുവന്നു ചേട്ടൻ. ഭക്ഷണം നിറഞ്ഞിരിക്കുമായിരുന്നു, ടേബിൾ നിറയെ. ഞങ്ങൾ 5 പേരാണ് കഴിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നല്ല വ്യൂസ് ആസ്വദിക്കാൻ സാധിച്ചു. കായലിൻ്റെ തീരത്തിരുന്ന് ബോട്ടുകൾ പോയതുമെല്ലാം ഞങ്ങളത് ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതുപോലെ ടേസ്റ്റ് ആയിരുന്നു. എല്ലാ ഫുഡും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. ഫുഡ് അങ്ങനെ ഞങ്ങൾ ഒരു പറ്റ് പോലും വേസ്റ്റ് ആക്കാതെ ഫുള്ള് ഭക്ഷണവും തീർത്തു. അതുപോലെ ടേസ്റ്റ് ആയിരുന്നു. തന്നെ ബില്ലും വന്നു. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ബില്ല് വന്നില്ല, നോർമലായിരുന്നു. ഉച്ച സമയമായതുകൊണ്ട് തന്നെ തിരക്ക് കൂടുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വന്നപ്പം വലിയ തിരക്കില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ കിട്ടി. ചെന്ന ഉടനെ തന്നെ സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഷാപ്പിനോട് ടാറ്റ പറഞ്ഞു. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ട് ചേട്ടൻ തന്നെയാണ് നമ്മളെ അക്കരയും കൊണ്ടുവിട്ടത്. അങ്ങനെ ചേട്ടനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഗൈസ്, ഡു വാച്ച്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.